ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം സബ്ഫോമീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ സെയിൽസിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചൊരു കാര്യമാണ്, ഇതിൽ ക്രെറ്റ എവിടെയെന്ന്. ആ സെഗ്മെൻറ്റിൽ ക്രെറ്റ ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത്രയും പേര് ക്രെറ്റ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അബവ് ഫോമീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ സെയിൽസിൻ്റെ വീഡിയോ കൂടി ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഈ ഒരു ലിസ്റ്റിലും 12 വാഹനങ്ങൾ തന്നെയാണുള്ളത്. അതിൽ 12ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ സിട്രോയിൻ്റെ C3 എയർക്രോസ് ആണ്. ഇതിനിപ്പം C3 എയർക്രോസ് എന്ന് പറഞ്ഞൊരു വിളിക്കാറില്ല, ജസ്റ്റ് സിട്രോയിൻ എയർക്രോസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു പേരിൻ്റെ റീബ്രാൻഡിങ് അതിന് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ മാസം 103 വാഹനങ്ങൾ സെയിൽസാണ് നമ്മുടെ സിട്രോൻ്റെ എയർക്രോസിന് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ, അതായത് മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ മാസം വെറും 41 വാഹനങ്ങൾ സെയിൽ മാത്രമേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 62 വാഹനങ്ങളുടെ വ്യത്യാസവും 151.22% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ സംശയമൊന്നും വേണ്ട, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം C3 എയർക്രോസ് തന്നെയാണ്. പക്ഷേ അത് വളരെ ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ്. 100-ന് താഴേക്ക് ഒരു വണ്ടിക്ക് സെയിൽ വരിക, അല്ലെങ്കിൽ 100-നടുത്ത് സെയിൽ വരിക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ സെഗ്മെൻറ്റിൽ വളരെ മോശമാണ്. ഇനി 11th പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ സിട്രോയിൻ്റെ തന്നെ ബസാൾട്ട് ആണ്. ബസാൾട്ട് എന്ന് പറയുമ്പം അവരൊരു കൂപ്പ് SUV ആയിട്ട് ഇറക്കിയതാണ്. ഇനീഷ്യലി 700-ന് മുകളിൽ സെയിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ മാസം. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെയും സെയിൽ കുറയാൻ തുടങ്ങി. ഒക്ടോബർ മാസത്തിൽ ജസ്റ്റ് 221 വാഹനങ്ങൾ സെയിൽസ് അതിന് കിട്ടിയിട്ടുള്ളൂ. സെപ്റ്റംബർ മാസത്തിൽ ഇതിന് 341 വണ്ടികൾ സെയിൽ കിട്ടിയതായിരുന്നു. അതിൽ നിന്ന് പിന്നെ 120 വണ്ടികൾ കുറഞ്ഞു. 35.19% ഡീഗ്രോത്ത് റേറ്റ് വന്നു. ഈ 12 വണ്ടികളുള്ള ലിസ്റ്റിൽ ആകെപ്പാട് 2 വണ്ടികൾക്ക് ഡീഗ്രോത്ത് വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വണ്ടിയും കൂടെയാണ് നമ്മുടെ സിട്രോയിൻ്റെ ഈ പറയുന്ന ബസാൾട്ട്. അത്യാവശ്യം നല്ല പ്രതീക്ഷയോടുകൂടി അവർ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിറക്കിയതായിരുന്നു. പക്ഷേ അതിൻ്റെ അവസ്ഥയും ഇപ്പോൾ ഇങ്ങനെയായി. അതിപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നല്ല വണ്ടിയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ MGയുടെ ആസ്റ്റർ ആണ്. ആസ്റ്ററിന് കഴിഞ്ഞ മാസം 767 വാഹനങ്ങൾ സെയിൽസാണ് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ പക്ഷേ 760 വാഹനങ്ങൾ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് കൺസിസ്റ്റൻറ്റ് സെയിൽസ് ആണെന്ന് പറയാം. പറഞ്ഞു വരുമ്പം സെയിൽ കുറവാണെങ്കിൽ പോലും സെയിൽസ് ഒരുപാട് താഴേക്ക് പോകാണ്ട് അവർ നോക്കിയിട്ടുണ്ട്. 7 വണ്ടികളുടെ വ്യത്യാസവും 0.92% ഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ വണ്ടി അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡറായിട്ടുള്ള അത്യാവശ്യം പ്രീമിയം എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന വണ്ടിയാണ്. സ്റ്റിൽ ആൾക്കാർക്ക് അത്രയും വലിയ വിലയില്ലാത്തൊരു വണ്ടിയാണ് ഈ സെഗ്മെൻറ്റിൽ. പക്ഷേ പറഞ്ഞു വരുമ്പം ഇതും നല്ലൊരു വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് എൻജിൻസ് ഒക്കെ ഒത്തിരി വീക്കാണെന്ന് മാത്രം. 1.5 NA 1.3 ടർബോ ഒക്കെ ഡീസൻറ്റ് എൻജിൻസ് ആണ്. ഇതിൻ്റെ ബേസ് മോഡലാണ് ഏറ്റവും വാല്യൂ ഫോർ മണി. നല്ല പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടും കുറഞ്ഞ വിലയിൽ. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ XUV 400 ഇലക്ട്രിക് ആണ്. ഈ ലിസ്റ്റിൽ എങ്ങനെ ഞാനൊരു ഇലക്ട്രിക് വണ്ടി ഇൻക്ലൂഡ് ചെയ്തു എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കർവ് EVയും ഒക്കെ വരുന്നുണ്ട്. അത് ഇലക്ട്രിക്കിൻ്റെ ഒക്കെ കമ്പൈൻഡ് സെയിൽസാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റബോ ഫോമീറ്റർ കോമ്പാക്ട് EV എന്നുള്ള രീതിയിൽ ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ കൂട്ടാമല്ലോ. ഇതിന് കഴിഞ്ഞ മാസം 1000 വണ്ടികൾ സെയിലാണ് കിട്ടിയത്. ഇപ്പം മഹീന്ദ്ര ചില വണ്ടികളുടെ കേസിലൊക്കെ ഇങ്ങനെ. ഇപ്പം നമ്മുടെ 3XOയുടെ സെയിൽ കുറേ കാലമായിട്ട് 9000 ആയിരുന്നു. ഈ വണ്ടി ഇങ്ങനൊരു കറക്റ്റ് നമ്പർ അവർ വിൽക്കാണ്ടിരുന്നൊരു വണ്ടിയാണ്. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം കറക്റ്റ് 1000 വണ്ടികൾ സെയിലാണ് അതിന് കിട്ടിയത്. എന്ന് വെച്ചാൽ സെയിലല്ല, അത് ഫാക്ടറിയിൽ നിന്ന് അവർ ഡിസ്പാച്ച് ചെയ്ത്, അതായത് അത്രയും വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്ത നമ്പറാണ്. ഇനി സെപ്റ്റംബറിൽ നോക്കുകയാണെങ്കിൽ ഇതിന് 948 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 52 വണ്ടികളുടെ വ്യത്യാസവും 5.49% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഇനി അടുത്ത 8ാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഫോക്സ്വാഗൺ ടൈഗൺ ആണ്. ടൈഗണ് കഴിഞ്ഞ മാസം 2028 വാഹനങ്ങൾ സെയിൽസാണ് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് സെയിൽസാണ്, പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ മുന്നത്തെ മാസങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം. കാരണം സെപ്റ്റംബർ മാസത്തിൽ ഇതിന് ജസ്റ്റ് 1611 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 417 വാഹനങ്ങളുടെ വ്യത്യാസം 25.88% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 3rd ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന വാഹനമാണ് ടൈഗൺ എന്ന് പറയാം. ഇതിൻ്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ അടുത്തായിട്ട് തന്നെ ഇതിൻ്റെ സ്വന്തം സഹോദരനുണ്ട്. അത് നമുക്ക് അവിടെ പറയാം. കാരണം അത് ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വാഹനം അതല്ല, ഞാൻ ഗ്രോത്ത് പെർസെൻറ്റേജ് കണക്കിലാണ് ഉദ്ദേശിച്ചത്. 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ടയുടെ എലവേറ്റ് ആണ്. എലവേറ്റ് ഇനീഷ്യലി ഇറക്കിയ സമയത്ത് 4000 5000 വെച്ചൊക്കെ സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണെങ്കിൽ പോലും ഇപ്പോൾ പിന്നെ 2000 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 2149 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ 1960 വണ്ടികൾ സെയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 189 വണ്ടികളുടെ വ്യത്യാസവും 9.64% ഗ്രോത്ത് റേറ്റുമാണ് നമ്മുടെ എലവേറ്റിൽ ഹോണ്ടയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇത്തിരിയും കൂടെയൊക്കെ സെയിൽ വന്നാലേ അവർക്ക് കുറച്ചെങ്കിലും ലാഭം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് സിറ്റിയുടെ അവസ്ഥയാവും. സിറ്റിക്ക് തന്നെ ഇപ്പോൾ 1000 താഴെയാണ് ഒരു മാസം സെയിൽ വരുന്നത്. അവരെങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ വണ്ടി ഇറക്കിയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥയും ഈ ഒരു നിലയിലേക്ക് എത്തി. ഇനിയിപ്പം അമേസിൻ്റെ പുതിയ ജനറേഷൻ വരുന്നുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു സെയിൽസിൽ.
ഇനി ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡ കുഷാക്കാണ്. കുഷാക്കിന് കഴിഞ്ഞ മാസം ടൈഗോണേക്കാൾ കൂടുതൽ സെയിൽ കിട്ടിയിട്ടുണ്ട്. 2213 വാഹനങ്ങൾ സെയിലാണ് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 1767 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 446 വാഹനങ്ങളുടെ വ്യത്യാസം. ഇതിനും 25.24% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഇത് ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നാലാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് ആണ്. പക്ഷേ ടൈഗോണും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ടൈഗോണിൻ്റെ 25.88ഉം ഇതിൻ്റെ 25.24 ആണ്. അതായത് അത്യാവശ്യം കമ്പാരബിൾ ആയിട്ടുള്ള ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. ഇനി അടുത്തതായി ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടാറ്റ കർവാണ്. ഇതിൻ്റെ ഇലക്ട്രിക്കും പെട്രോൾ ഡീസൽ എല്ലാത്തിൻ്റെയും കമ്പൈൻഡ് സെയിലാണ്. CNG ഇതുവരെ ഭാഗ്യത്തിന് വന്നിട്ടില്ല, അതും അധികം വൈകാതെ വരും. ടാറ്റ ആക്ച്വലി ഇതിൻ്റെ 3 പുതിയ വേർഷൻസിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ് ആകുമ്പോഴേക്കും അത് ലോഞ്ച് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്കവാറും ഡാർക്ക് എഡിഷൻ ആയിരിക്കും, പിന്നെ CNG ഉണ്ടാവും. ഒരെണ്ണം ഏതാണെന്ന് അറിയില്ല, വേറെ എന്തെങ്കിലും സ്പെഷ്യൽ എഡിഷൻ ആയിരിക്കും. ഏതായാലും കഴിഞ്ഞ മാസം 5351 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 4763 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 588 വണ്ടികളുടെ വ്യത്യാസവും 12.35% ഗ്രോത്ത് റേറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ഡീസൻറ്റ് സെയിലാണ്. അവർ ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലോഞ്ചിന് മുന്നേയും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇട്ടിരുന്നത്. ഓൾമോസ്റ്റ് അത്രയൊക്കെ തന്നെ അച്ചീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രെറ്റയെ പിടിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രീതിയിൽ പറയാം. പക്ഷെ അത് കുഴപ്പമില്ല, ടാറ്റ എന്താണ് വിചാരിക്കുന്നത് അത്ര ഇത് പോകുന്നുണ്ട്. പക്ഷേ ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയുടെ റീബാസ്റ്റ് വണ്ടിയായ ഹൈറൈഡറിന് അതിന് കൂടുതൽ സെയിലുണ്ട്. 5449 വണ്ടികളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ 5385 വാഹനങ്ങളുടെ സെയിലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. 64 വണ്ടികളുടെ വ്യത്യാസം 1.19% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിപ്പം ഗ്രാൻഡ് വിറ്റാഡർ റീബാഡ്ജ് എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഹൈബ്രിഡ് എഞ്ചിനൊക്കെ ടൊയോട്ടയുടെ സ്വന്തം TNGA സീരീസിലുള്ള 1.5 ലിറ്റർ എഞ്ചിനാണ്. പക്ഷേ പ്ലാറ്റ്ഫോം, അതുപോലെ ഡിസൈൻ, എഞ്ചിനീയറിംഗ് എല്ലാ സംഭവങ്ങളും സുസുക്കി തന്നെയാണ്. വേറൊരു കാര്യമുണ്ട്, ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൊയോട്ടയുടെ ബിദാദി പ്ലാന്റിലാണ്. സുസുക്കി അല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടും ഗ്രാൻഡ് വിറ്റാരയും അതുപോലെ ഹൈറൈഡറും രണ്ടും ടൊയോട്ട തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പം അത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇനി അടുത്തായി തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ കിയ സെൽറ്റോസ് ആണ്. സെൽറ്റോസിന് കഴിഞ്ഞ മാസം 6365 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ 6959 വണ്ടികളുടെ സെയിൽ കിട്ടിയതായിരുന്നു. 594 വണ്ടികളുടെ വ്യത്യാസവും 8.54% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ആകെ 2 വണ്ടികൾക്ക് ഡീഗ്രോത്ത് ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന ബസാൾട്ടിനാണ്. ഇതിനാണ് രണ്ടാമതായി ഏറ്റവും കുറവ് പെർസെൻറ്റേജ് ഉള്ള ഡീഗ്രോത്ത് വന്നിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഈ വണ്ടിക്ക് ഡീഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കഴിഞ്ഞ മാസം 14083 വണ്ടികളുടെ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ 10267 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 3816 വാഹനങ്ങളുടെ വ്യത്യാസം 37.17% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളതും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് തന്നെയാണ്. കഴിഞ്ഞ മാസം ആക്ച്വലി നല്ല സെയിൽ കിട്ടിയിട്ടുണ്ട്. പൊതുവേ ഇതിനങ്ങനെ 14000-അടുത്തൊന്നും സെയിൽ കിട്ടാത്തതാണ്. 10-12 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു വരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും പൊളിച്ചു. ഇനി അടുത്ത നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ക്രെറ്റയാണ്. കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് SUV ക്രെറ്റ തന്നെയായിരുന്നു. ഇതിന് 17497 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 15902 വണ്ടികൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. 1595 വണ്ടികളുടെ വ്യത്യാസവും 10.03% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമുക്കറിയാം കുറേ കാലങ്ങളായിട്ട് സെഗ്മെൻറ്റ് ലീഡ് ചെയ്ത് വരുന്ന ഒരു വണ്ടിയാണ്. അധികം വണ്ടികൾക്കൊന്നും ഇതിനെങ്ങനെ ഓവർടേക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല. നേരത്തെ പറഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാര ഒരു പ്രാവശ്യം ഈ വാഹനത്തിൻ്റെ സെയിലിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ പറ്റിയിട്ടില്ല. ഏതായാലും ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 12 അബവ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.